അമ്മ സംഘടനയുടെ കഴിഞ്ഞ ഭരണസമിതി അർഹതയില്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് നടി ഉഷ ഹസീന. ശ്വേത മേനോന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലായിരുന്നുവെന്നും ജനറൽ ബോഡിയിൽ കൃത്യമായ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കാൻ സാധിക്കാത്തത് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും അവർ ആരോപിച്ചു. ഭരണപരമായ അറിവില്ലായ്മ മൂലം സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകദേശം 1 വർഷത്തോളം തടസ്സപ്പെട്ടതായി ഉഷ ഹസീന പറഞ്ഞു. ഭൂരിഭാഗം അംഗങ്ങളും റിപ്പോർട്ടും കണക്കും അംഗീകരിക്കാതിരുന്നതോടെ സമിതിക്ക് തുടരാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടതായി തെളിഞ്ഞുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് സ്വാഗതാർഹവും വിപ്ലവകരവുമായ തീരുമാനമാണെങ്കിലും അതിന് അർഹതയും കഴിവുമുള്ളവർ തന്നെ മുന്നിലെത്തണമെന്നാണ് തന്റെ നിലപാടെന്ന് ഉഷ വ്യക്തമാക്കി. നിലവിലെ സമിതിക്ക് ആ യോഗ്യത ഇല്ലെന്നത് കഴിഞ്ഞ 10 മാസത്തെ പ്രവർത്തനങ്ങളിലൂടെ തെളിഞ്ഞതായും അവർ ആരോപിച്ചു. സംഘടനയ്ക്കുള്ളിലെ അച്ചടക്ക നടപടികളിലും വിവേചനം ഉണ്ടായതായി ഉഷ ഹസീന ആരോപിച്ചു. അൻസിബയ്ക്ക് മാത്രം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ശരിയായ നടപടിയല്ലെന്നും ചില അംഗങ്ങൾ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംഘടനയുടെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നതായും അവർ പറഞ്ഞു. അതേസമയം സംഘടനയ്ക്ക് ശക്തമായ നേതൃത്വമാണ് ഇനി ആവശ്യമെന്ന് ഉഷ ഹസീന അഭിപ്രായപ്പെട്ടു. ഇൻഷുറൻസ്, കൈനീട്ടം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ വഴി നിരവധി അംഗങ്ങൾക്ക് സഹായം ലഭിക്കുന്നതിനാൽ സംഘടനയുടെ നിലനിൽപ്പ് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. പുതിയ കമ്മിറ്റിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടെന്നും പുതിയ തലമുറയിലെ അംഗങ്ങളും സീനിയർ താരങ്ങളും ഒരുമിച്ച് നിന്ന് സംഘടനയെ മുന്നോട്ട് നയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉഷ ഹസീന വ്യക്തമാക്കി. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമായിരിക്കും ഇനി ഉണ്ടാകുകയെന്ന് മോഹൻലാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു.